നിങ്ങൾ ഒരുപാട് പേർ എന്നോട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വല്ല പെസ്റ്റിസൈഡ്സും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന്. വെൽ നോ ഗൈസ്, ഇതെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയതാണ് ഗൈസ്. ആകെ 19 സബ്സ്ക്രൈബേഴ്സ് ആണ് നിനക്കുള്ളത്. ആരോടാ ചോദിച്ചു എന്നോട്? ജോണേ, എടാ ജോണേ, ഇറങ്ങി വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. നിങ്ങക്ക് പാടാൻ അറിയോ? അറിയൊന്നു. ദീപങ്ങളോ വർണ്ണ ദീപങ്ങളോ. എന്ത് തല്ലിപ്പുള്ളി പാട്ട്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. എന്നെ നാണം കെടുത്താനായിട്ട് വേറെ തിരിച്ചിരിക്കുകയാണ്. സ്വപ്പം മ്യൂസിക് കേൾക്കാം. നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേലും ഇതുകൊണ്ട് ജീവിക്കാം. അത് തൈപ്പറമ്പുകാരൻ ഇപ്പോഴാണ് മനസ്സിലായത്. താത്വികപരമായ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ച് രസകരമായ കാര്യങ്ങൾ കേൾക്കാൻ. പറയൂ. എന്ത് പറ്റി ഭയങ്കര ക്ഷീണം? ഫുൾ ടൈം പ്രാക്ടീസ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ക്ഷീണമായി പോയതാണ്. വയസ്സായി വരികയല്ലേ, കുറച്ച് കോയപ്പെടുത്തിട്ട് നല്ലോണം ഒരു പിടുത്തം പിടിച്ചാൽ ജയൻ ചേട്ടൻ ഭയങ്കര ടെൻഷനാന്ന് തോന്നുന്നു സ്റ്റേജിൽ കയറാൻ. ഞാൻ സ്റ്റേജിൽ കയറാനുള്ള ടെൻഷൻ മാത്രമല്ല, ഞാൻ ആദ്യമായിട്ടല്ല ഫ്ലൈറ്റിൽ കയറുന്നത്, അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആദ്യമായിട്ട് ഫ്ലൈറ്റ് തൊട്ട് വന്നിച്ചിട്ടാണ് കയറിയ. ആരെ? ഇയാളെ ഫ്ലൈറ്റില് ആ ഫ്ലൈറ്റ് ചെരുപ്പ് പുറത്ത് ഊരിയിട്ടിരുന്നു. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഫഹദ് ഫാസിൽ അദ്ദേഹം ഒരു തിരക്കാണ് ഷൂട്ട്. ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലൂടെ പോകും. കണ്ടൂടാ ശിവനെ, ഇത് യാത് ജില്ല. അപ്പോൾ അദ്ദേഹം മഴവില്ലാടുകൾ എന്ന അമ്മയ്ക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ എന്റെ ഉദ്ദേശം? പക്ഷേ അദ്ദേഹം 2 വാക്ക് സംസാരിക്കേണ്ട ദിലീപേട്ടാ. ആയിക്കോട്ടെ. റിമി ടോമിയുടെ പാർട്ടി ഇതിന് ശേഷം ഉണ്ടാവുന്നു അല്ലേ? ഉണ്ടാവില്ല. ഉണ്ടാവില്ലേ? ദോഷം. അപ്പൊ ഞങ്ങളുടെ ഉറക്കം പോയോ? കള്ളപ്പന്നി. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഈ യാത്രയിൽ ഐശ്വര്യമായിട്ട് തുടങ്ങാൻ ഏതോ ഒരു പാട്ടൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. ജഗദീഷ് ഏട്ടനാണ് എപ്പം മൈക്ക് കിട്ടും എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നതാണ്. പാടി വിശുദ്ധയാം കന്യാമറിയമേ. അറിഞ്ഞില്ല ഉണ്ണി ഇത്ര നന്നായിട്ട് പാടുന്ന അറിഞ്ഞില്ല. ആരും പറഞ്ഞില്ല. ഒരു കാര്യം പറയട്ടെ, മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിലും എന്റെ പൊന്നെ എന്ത് ഗ്ലാമർ ആണ് ഇവരെയൊക്കെ കാണുന്നത്. ഞാൻ നേരിട്ട് കണ്ട ഒരാളെന്ന രീതിയിൽ പറയുകയാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത്. ചിരി മാത്രമല്ലോ, എല്ലാം കൊണ്ട് അടിപൊളി. നീ 1 മിനിറ്റ് കുറച്ച് വെള്ളം കുടിക്കും. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന സാക്കളെ, ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും